ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പം ഞാനൊരു 5 പത്തിരിയാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നൂഡിൽസിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടി കുറച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ ഈ ഒരു രീതിയിലൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് പാലും അതേപോലെ വെള്ള കസ്കസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുമിച്ചിടുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ആ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, എല്ലാ ഭാഗവും എത്തുന്ന രീതിയിലാക്കണം കേട്ടോ. അപ്പം ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഇത് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് ശരിയാക്കി ഒന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ മുട്ടൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുട്ടൻ്റെ ഒരു മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസിൻ്റെ തരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നല്ലൊരു ഡെക്കറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കാണാനൊരു ഭംഗി, കടിക്കാനൊരു ടേസ്റ്റ് അത്ര തന്നെ. അപ്പോൾ അത് എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് റെഡിയാക്കി അടിപൊളി ചട്ടിപ്പത്തിരിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മൾ ലാസ്റ്റ് ഞാൻ മുട്ടൻ്റെ മിക്സ് ഒഴിച്ചത് ഒന്ന് ചിക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് മറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. നമ്മൾ ബാക്കി കളയുന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ റെഡിയാക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റംസാണ്. നമ്മൾ റിസ്ക് എടുത്തുണ്ടാക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ അത്ര ഇല്ലേലും നമുക്ക് പെട്ടെന്നൊക്കെ കഴിക്കാൻ, നമുക്ക് ഒരു ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടുള്ളതിനെ കൊണ്ട് എനിക്ക് കൈ കൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല. കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും ഞാൻ മറച്ചിട്ടിട്ട് ഒന്നുകൂടി വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പുള്ളതിനെ കൊണ്ട് ഓവർ വേവിക്കാൻ പറ്റില്ല മറ്റേ ഭാഗം, കാരണം കരിഞ്ഞു പോകും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.